ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മേഘന് കണ്ണൻ്റെ ഇടത് കാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നറിയാതെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാവുന്നു. അവിടുത്തെ ചികിത്സ കൊണ്ട് കണ്ണനെങ്ങാനും എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണനും മഹാലക്ഷ്മിക്കും ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകും. അവർക്ക് കുട്ടികളും ജനിക്കും. പിന്നെ സ്വത്തുക്കളൊന്നും ഒരിക്കലും തനിക്ക് കൈവശപ്പെടുത്താൻ കഴിയില്ല എന്നാലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് മേഘന്. മാത്രമല്ല, ഉറക്കത്തിൽ കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്ന ഒരു സ്വപ്നവും കണ്ടതോടുകൂടി നേരെ കണ്ണൻ്റെ മുറിയുടെ പരിസരത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ മേഘൻ. എന്നിട്ട് താക്കോൽ പഴുതിലൂടെ മേഘൻ അകത്തേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ണിൽ ചില അസ്വസ്ഥതകളും പുകച്ചിലൊക്കെ മേഘന് ഉണ്ടാവുന്നുണ്ട്. ശരിക്കും കണ്ണ് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാവുന്നു മേഘൻ. ഒടുവിൽ തപ്പിത്തടഞ്ഞ് മേഘൻ നടന്നു വരുന്ന സമയത്ത് ആരോ ഒരാൾ മേഘൻ്റെ പുറകിലൂടെ വന്നിട്ട് അയാളുടെ തോളിൽ കൈവയ്ക്കുന്നുണ്ട്. കണ്ണൻ്റെ മുറിയിലേക്ക് പലതവണ ഒളിഞ്ഞു നോക്കിയ മേഘന് നമ്മുടെ മഹിയുടെ സ്വന്തം സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെയാണ് അയാൾക്ക് ആ ഒരു ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അയാളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. ഇതേ സമയം മഹിക്കാണെങ്കിലും കണ്ണന് അഗസ്ത്യകൂടത്തിൽ വെച്ച് എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ആശങ്കയിലാണ്. അമ്മ മഹാലക്ഷ്മിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കണ്ണനൊന്നും വരില്ല, മോള് പൂജിക്കുന്ന ദൈവങ്ങൾ മോൾക്കും കണ്ണനും കാവലായിട്ട് കൂടെയുണ്ട്. കണ്ണൻ മോനെയും മോളെയും ആരെന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊക്കെ അവർക്ക് തക്ക തിരിച്ചടി കിട്ടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി മഹാലക്ഷ്മിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തൻ്റെ മനസ്സിലുള്ള ആശങ്കകൾ പൂർണ്ണമായിട്ടും വിട്ടുമാറുന്നില്ല മഹിക്ക്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ണൻ്റെ നേരെ ഗുണ്ടാക്രമണം ഉണ്ടായി. അപ്പോൾ ആ ഒരു ഉത്ഭയവും മഹിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി മനസ്സ് ആകെ ഉലഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മഹിയുടെ. അങ്ങനെ മേഘനാണെങ്കിൽ തൻ്റെ തോളിൽ കൈവച്ചത് ആരാണെന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കുന്നതും തൊട്ടു പിന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് വ്യക്തമായിട്ട് മേഘനെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കണ്ണൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കണ്ണനും അനന്തവും മാർക്കോയും തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ ഇങ്ങനെ രണ്ട് കാലിൽ നിൽക്കുന്നത് ചെറിയൊരു മൂടലോടെ മാത്രമേ മേഘനെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, നിന്നോട് പലതവണ പറഞ്ഞതല്ലേടാ കണ്ണൻ്റെ മുറിയുടെ പരിസരത്ത് പോലും കണ്ടുപോകരുതെന്ന്. കണ്ണൻ്റെ ഇടത് കാലിന് ചലനശേഷി ഉണ്ടോ എന്ന് അറിയാനല്ലേ നീ ഇവൻ്റെ മുറിക്ക് ചുറ്റും കറങ്ങി നടന്നത്. എന്നാൽ ഇപ്പോൾ കണ്ടോടാ കണ്ണൻ രണ്ട് കാലിൽ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്ത് മേഘനോട്. കണ്ണൻ സാറിൻ്റെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയതിന് നിനക്ക് ദൈവമായിട്ടാണ് നിൻ്റെ കണ്ണിൽ ഇരുട്ട് തന്നത്. ഇനി നിനക്ക് ആരെയും കാണാൻ പറ്റില്ല എന്ന് മാർക്കോയും പറയുന്നുണ്ട്. ശേഷം മേഘൻ ഒരു വിധത്തിൽ തപ്പിത്തടഞ്ഞ് തിരിച്ച് വാമൻ്റെ മുറിയിലെത്തുന്നുണ്ട്. അപ്പം മേഘനെ കാണുന്നതും എന്ത് പറ്റിയുടെ മേഘ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അച്ഛാ, എൻ്റെ കണ്ണിൽ മുഴുവൻ ഇരുട്ടാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേടാ മേഘ, കണ്ണനോടും മഹാലക്ഷ്മിയോടും കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന്, ഇനി ഇതുകൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുകയാണ് കേട്ടോ വാമനും. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ന് കണ്ണൻ അഗസ്ത്യകൂടത്തിൽ നിന്നും ഡിസ്ചാർജായിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ മാർക്കോയും അനന്തവും കണ്ണൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അമ്മയുടെ പിറന്നാളിന് വരാൻ കണ്ണൻ അവർ രണ്ടുപേരെയും ക്ഷണിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട് അവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ കാണില്ലേ, അവരുടെ കൂടെ പിറന്നാൾ സദ്യ ഇരുന്ന് ഉണ്ട് കഴിഞ്ഞാൽ അത് ദഹിക്കില്ല, ഞങ്ങൾ പിന്നെ ഒരു ദിവസം അമ്മയെ വന്ന് കണ്ടോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തവും മാർക്കോയും. അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിയുടെ വീട്ടിലെത്തുന്നു. അപ്പോൾ കണ്ണനെ കാണുന്നത് ഞാൻ കണ്ണേട്ടനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് മഹി. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇന്നലെ മോള് ഉറങ്ങിയിട്ടില്ല, എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു, മോൻ എന്തോ അപകടം സംഭവിക്കുന്നത് പോലെ മോൾക്കൊരു തോന്നൽ എന്നെല്ലാം മോഹിനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്, താൻ കണ്ട സ്വപ്നം ശരിയാണ്, പക്ഷേ ആപത്ത് സംഭവിച്ചത് എനിക്കല്ല, മേഘനാണ്. അവൻ ഇന്നലെ വീണ്ടും എൻ്റെ മുറിയുടെ പരിസരത്ത് വന്ന് താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കാൻ ശ്രമിച്ചു. അതോടുകൂടി തന്നെ അവൻ്റെ ശക്തി നഷ്ടപ്പെട്ടു എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് പ്രതാപനും മുത്തശ്ശിയും കരുണയും ഒക്കെ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇതേ സമയം പ്രതാപനോട് അടക്കം പറയുന്നുണ്ട്, ആ മേഘൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായി, ഞാൻ പറഞ്ഞില്ലേ മേഘ, അവനുമായിട്ട് കൂട്ടുകൂടുന്നത് നിനക്ക് നല്ലതല്ല, ഇപ്പം എന്തായി എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. അങ്ങനെ കണ്ണൻ അകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ കണ്ണൻ വീണ്ടും ഇങ്ങനെ വീൽ ചെയറിൽ വരുന്നത് കാണുമ്പോൾ കരുണയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കും ഒക്കെ ശരിക്കും പുച്ഛാണ് കേട്ടോ. തുടർന്ന് പ്രതാപം മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി തന്നെ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കാലിൻ്റെ തളർച്ചയൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട് കണ്ണ, ഈ അടുത്തെങ്ങാനും നിനക്ക് എല്ലാവരെയും പോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയാണ് പ്രതാപനും മറുപടി കൊടുക്കുന്നത്. മഹി ചോദിക്കുന്നുണ്ട്, കരുണയുടെ അച്ഛൻ ആ പറഞ്ഞത് കണ്ണേട്ടനെ കളിയാക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, കണ്ണേട്ട ഇവരുടെയൊക്കെ ആ സംശയം ഇന്നത്തോടെ തീർത്തു കൊടുക്കുന്നതാണ് നല്ലത് എന്ന് മഹി പറയുമ്പോൾ താൻ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണനും.
അപ്പോൾ പ്രതാപനും കരുണയ്ക്കും മുത്തശ്ശിക്കുമാണെങ്കിൽ അവരെന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. തുടർന്ന് കണ്ണൻ അവരുടെ മുന്നിൽ വെച്ച് തന്നെ തൻ്റെ 2 കാലുകളും നന്നായിട്ട് തന്നെ ചലിപ്പിക്കുകയും അതുമാത്രമല്ല വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് കണ്ണ് തള്ളി നിന്ന് പോവുകയാണ് കേട്ടോ കരുണയും പ്രതാപനും മുത്തശ്ശിക്കും. കരുണയ്ക്കാണെങ്കിൽ അത് കണ്ട് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. കരുണ നേരെ കലിതുള്ളി അസൂയയുടെയും പകയോടും കൂടി കലിതുള്ളി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയും പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ കരുണയുടെ അടുത്ത് നിന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരിക്കുക, ഇന്നത്തോടെ നമ്മൾ എല്ലാത്തിനും ഒരവസാനം ഉണ്ടാക്കാൻ പോവല്ലേ. മഹാലക്ഷ്മി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സ് തകരും. പിന്നെ അവൻ വീണ്ടും വീൽ ചെയറിലേക്കല്ലേ പോകാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ പ്രതാപൻ കരുണയെ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്